എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിന്നറാണ്. ഡിന്നറിൽ ചോറ്, ഉണക്കപ്പയറുപ്പേരി, കാലത്തെ ദോശയുടെ ചട്നി. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ശ്രീദേവി ഒരു കാര്യം പറയാൻ വേണ്ട. മുടി ഇങ്ങനെ ഇരിയുന്നത് ശ്രീദേവി കേട്ടാ. നമ്മുടെ കിരൺ ബ്രോ ആണ് പറയാറ്, കിരൺ സേനാണ് പറയാറ് മുടിയുടെ കാര്യം. അങ്ങനെ പിന്നെ നമ്മുടെ പപ്പട സുജീഷ് സാൻ ചോദിക്കാറുണ്ട്, പപ്പടം കൊണ്ടുവന്നില്ല ഇന്ന് പപ്പടം. പിന്നെ ഇന്നലത്തെ എൻ്റെ വീഡിയോക്ക് ഇന്നത്തെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് എന്ന് ഞാൻ പറയണതിനെ കുറിച്ചിട്ട്. പണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു കഥയ്ക്കൊരു മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് പറയണത്. അത് നമ്മുടെ കഥ പറയുമ്പോൾ ഒരു കഥ പണ്ട് ഒരിടത്ത് ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ബുക്കുകളിൽ കണ്ടുള്ള വാക്കുകളാണ്. ആ ഒരു രസത്തിന് പറഞ്ഞിരുന്ന ഞാൻ അപ്പം അതിനൊരു റിപ്ലൈ കൊടുത്തുടനെ ആളാണ് സബ്സ്ക്രൈബ് ചെയ്ത് പോയി. അങ്ങനെ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. ഞാനൊരു 50 വർഷം പഴക്കമുള്ള ആളാണോ കഥയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആളും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ ഇനിയിപ്പോൾ പണ്ട് എന്ന് പറയുന്നില്ല, അറിയാണ്ട് പറഞ്ഞു പോയതാ. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ 10 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു കസിൻ ഉണ്ട്, കണ്ണൻ എന്ന പേര്. അവൻ എന്നെ വിളിക്കാന്ന് പറയാ, നീ ഒരു പഴഞ്ചനാട്ടാ എന്നാ പറയാ എന്നോട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നടക്കുമ്പോൾ അവർ പാൻസും ബനിയനൊക്കെ ഇട്ട് ചുള്ളന്മാരെ പോലെ നടക്കുന്നവരാണ് എന്താ തോന്നുക, നമ്മളൊരു പഴഞ്ചനാ തോന്നുക. നീ പഴഞ്ചനാട്ടാ എന്ന് പറയാൻ. അതേപോലെ ചിലപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് പഴഞ്ചൻ ആറ്റിറ്റ്യൂഡായിരിക്കാം. അത് കാരണം ചിലപ്പോൾ എൻ്റെ വീഡിയോസ് ഇങ്ങനെയായി പോകുന്നത്. അപ്പോഴും നല്ല ടേസ്റ്റുള്ള ഓപ്പറാട്ടാ, കഥയിലായിട്ടായാലും മറന്നത്. പിന്നെ ഇനിയിപ്പോൾ പപ്പടം കൂടിയിട്ട് പച്ചച്ചോറിന് നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചച്ചോറ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. അപ്പോൾ അത് കാരണമായിരിക്കും എൻ്റെ വീഡിയോസ് ഇങ്ങനെയാവണത്. അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ വേറെ ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല. നമുക്ക് നമ്മുടെ ഫുഡിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്താ? ഫുഡ്. ചെറുപ്പകാലത്ത് സ്കൂളിലേക്ക് നമ്മൾ ഉണക്കപ്പയർ കൊണ്ടുപോയിരുന്നു. ആ ഒരു ഫീൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചട്നി. ഞാനിനി പരമാവധി പണ്ട് കാലത്ത് നിന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഞാനും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണ്ട, ഉള്ള ആൾക്കാർ സബ്സ്ക്രൈബായി ഇരിക്കട്ടെ. ഞാനും വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലേ? അപ്പോൾ നമ്മുടെ ചട്നി കൂട്ടി, ഉണക്കപ്പയർ കൂട്ടി, പപ്പടം കൂട്ടി, സാധ്യ ഫുഡ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡിന്നർ ഇതാണ്. നിങ്ങളുടെ ഡിന്നർ മെൻഷൻ ചെയ്യുക. ആരും മെൻഷൻ ചെയ്യില്ല. ഇന്നലെ പണ്ട് 50 വർഷം മുമ്പാണോ എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് ഇട്ട ചേട്ടന് നന്ദി. എന്തായാലും നിങ്ങളൊരു കമൻറ്റെങ്കിലും ഇട്ടുമല്ലോ. ഇങ്ങനെയെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് നന്ദി. നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. നിങ്ങൾ തിരിച്ചു വരണം. വീണ്ടും വരട്ടെ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.